ഹലോ, ആ എടാ പറ. എവിടത്തെടാ? എടാ ഞാൻ വന്നോണ്ടിരിക്കണം. ഉണ്ട്. മൈര, സത്യത്തിൽ നീ എവിടെ എത്തി? എടാ ഞാൻ ദേ ഇറങ്ങി. നിനക്ക് വണ്ടി സൗണ്ട് വെക്കണേ. ആ, അതൊന്നും വേണ്ട, നീ വന്ന് പോലി. ആരാടാ? വെച്ചു ആടാ. എന്തായി? ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല മാറി. എന്നിട്ട് അവരെ ഒടുക്കത്തെ പിരിയം. പഴയ കൂട്ടായിപ്പ് തന്നെ, ഒരു മാറ്റമില്ല. അതിന് നിനക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. വാ തുറന്നാ തെറി വണ്ടി മാറ്റി തെറുവണ്ടി നിന്റെ തന്ത. കാര്യമായിട്ടെന്ന പരിപാടിയാണല്ലോ. ബാത്റൂം ഒന്നുമില്ല കേട്ടാ. ഇത് 96 വിറ്റാടാ, 21 വല്ലതും പറ. അപ്പം ഞാൻ ചിരിക്കാം. പറഞ്ഞാലും അല്ലേ, നിന്റെ പെരവണി എന്തായി? പണിയും കഴിച്ച് പാലും കാച്ചി കൊല്ലം ഒന്നായി. ഒരു കൊല്ലു? വല്ലപ്പോഴും വിളിക്കണം മൈരെ. എൻ്റെ പദം തെറ്റുണ്ട്, മനപ്പുണ്ട് കാര്യമില്ല. ആ മൈര, നീ ചത്തില്ലേ? എന്ത് കോലാടാ ഇത്? ഓ, അതൊരു നേർച്ച ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് നമ്മുടെ മുരുകന് വന്നുണ്ട്. ഏത് ബാറിൽ? മണമുണ്ടോ? വൈറ്റ് അടിച്ചിട്ടാ? അതിന്റെ എളിയൻ്റെ അറിഞ്ഞൂടെ അടിച്ച് പാറ നിൽക്കാണ്. ഞാൻ നീ ഒന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, അത് മറന്നു. നീ ഓടിച്ചേ. ആഹാ, ഇത് മാത്രല്ല, നീ സഞ്ചിക്കണം. കബഡി പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ 100 വർഷക്കാരന് ജവാൻ മേടിക്കുന്ന കാലത്ത് കുറെ ചോദിച്ചാലടാ. പിന്നെ നമുക്ക് തടിച്ചെങ്കിൽ പരിപാടി തുടങ്ങിയല്ലേ? അപ്പൊ വിച്ചുവല്ലേ അവൻ വരും, നീ ഒഴുക്കി. ഗ്ലാസ് ക്ലാസ് വന്നോ? എത്തൊന്നുമില്ലേ? എടാ വേണു, നീ കരിക്ക് പൊട്ടിക്കാനുള്ള എന്തിനും ചെയ്യും. അല്ലെ കരിക്ക് കുടിച്ചിട്ടടിയാം. നീ കത്തെടുത്തിട്ടോ. കൊള്ളം മയിലുകളെ. ആ കേറി വാടാ. ഓ, തുടങ്ങിയല്ലേ ഈ മൈരന്റെ ഒരു ടൈമിങ്. എടാ, ബാംഗ്ലൂരിൽ നിന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് എത്തിയില്ലേ, എന്നിട്ട് ഇവിടെ അടുത്തിടക്കണം. നിനക്കൊക്കെ വരാൻ എത്ര ലേറ്റ്? എടാ, നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ല, അതേപോലെ ഞങ്ങളിവിടെ അല്ലേ? അയ്യോ, കൊണ്ണയടിക്കില്ലേ മോനെ. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ട് 2 ദിവസത്തേക്ക് കുർബാന ഇല്ലാന്ന് പ്രഖ്യാപിച്ചിട്ട് ഓഫീസിൽ നിന്ന് അറിയതാ ഞാൻ. ക്ലാസ് വേണേ നീ? അല്ല ചെടിക്കടാ. നീ കുറെ നേരം തോണ്ടിക്കൊണ്ടിരിക്കുന്നു. എന്ത് പരിപാടി? അളിയാ, ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാ. ഫോണിൽ കൂടെയാ? ഇംഗ്ലീഷ് കഫേ, വാട്സപ്പ് വഴി ട്രെയിനിങ്. വാട്സപ്പ് വഴി എങ്ങനെ? എടാ, നമുക്ക് സമയം പോലെ സംസാരിക്കാം. പിന്നെ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്യും. അതിന് വാട്സപ്പിൽ പേഴ്സണൽ ട്യൂട്ടറൊക്കെ ഉണ്ട്. സംഭവം പൊളിയാ. നല്ല പരിപാടിയാണല്ലേ? പിന്നല്ല. അതൊക്കെ കൊടു. നിന്റെ കാര്യം എങ്ങനെ? എന്ത് പണിയെടുക്കുന്നു, EMI അടയ്ക്കുന്നു, കടം വാങ്ങുന്നു, തിരിച്ചടയ്ക്കുന്നു, വീണ്ടും റിപ്പീറ്റ്. ഒരു 5 കൊല്ലമായിട്ട് ഇതന്നെ പരിപാടി. നിനക്കോ? എന്ത് പറയാനാടാ, കോർപ്പറേറ്റിന്റെ കഷത്തിനിടയിലാത്തല്ല. നല്ല സൂപ്പർ പട്ടിപ്പണി. എന്തായാലേ, പണ്ട് 10 രൂപ വണ്ടി കാശിട്ട് ഇറങ്ങി കഴിഞ്ഞ് ടെൻഷനിലായിട്ട് പോയി വരാം. ഇപ്പോൾ 10 ലക്ഷം രൂപയിലും കടം തരൂല. EMI എല്ലാം മാറിപ്പോയില്ലടാ. ആ ദേ ഈ ഒരു മുതലൊഴിച്ച് എടാ, ഓർമ്മയോട് ചോദിക്കട്ടെ. ഇനി ഒഴിച്ചാൽ വാള് നീ തന്നെ പറഞ്ഞിട്ട് വരും. അതല്ലേ ഞാൻ തന്നെയല്ലേ കോരാ. എടാ സച്ചി, നിനക്കറിയോ ഇവനാ കൊടൈക്കനാൽ റൂമിൽ വാള് വെച്ചിട്ട് റൂം ഏതാ ബെഡ്റൂം ഏതാന്ന് അറിയാൻ വേണ്ടാക്കിയത്. അവർ 1.5 തച്ചിന്റെ പണിയെടുക്കേണ്ടി വന്നു അതൊന്ന് ക്ലീൻ ചെയ്യാൻ. എന്തായിരുന്നല്ലടാ നമ്മുടെ കോളേജ്. സപ്ലി, കള്ളോടി, പ്രേമോ. അതെന്താടാ പ്രേമം എന്ന് പറഞ്ഞപ്പോ നീ എന്നെ നോക്കണം? പ്രേമം എന്ന് പറയുമ്പോ നിന്റെ അല്ലാണ്ട് പിന്നെ ആരെയാടാ നോക്കണ്ടേ? അതെന്താ എന്നെ നോക്കിക്കൂടെ? പറഞ്ഞു പ്രേമോന്നാ, കാമോന്നല്ല. അളിയാ, പക്ഷെ സംഭവം രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാണ്ട് വല്ലാണ്ട് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി ഇന്ന് വെള്ളം ഇറക്കി 3 കൊല്ലം. പക്ഷെ 3 കൊല്ലം വേറെ ആരും നോക്കാൻ തോന്നിട്ടില്ല കേട്ടോ. അതിനവള് വർത്തായിരുന്നടാ. പക്ഷെ 3 വർഷം നീ പുറകെ കിടന്നിട്ട് അവള് എന്നെ തിരിഞ്ഞു നോക്കിയില്ലാന്ന് പറയുമ്പോ അതെനിക്കിതൊരു പിടിയിട്ടത്. തിരിഞ്ഞു നോക്കിയില്ല നേരെ പറഞ്ഞേ. ഞങ്ങളെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോയി നോക്കിയിട്ട് വന്നു. ശവങ്ങള്. അവള് വിളിച്ചു. നിങ്ങൾ എന്തിനാടാ പോയെ? കഴപ്പ് അടുപ്പന്നെ അങ്ങനെ തോന്നി. പക്ഷെ ഒരു കാര്യം പറയാളയാ, കാര്യം ഞാൻ പ്രേമിച്ചു കിട്ടിയത്. പക്ഷേ
ആ ഒരു ഹാപ്പിനെസ്സിനെ കിടത്തിയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നും വേറെ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ നിനക്ക് മാത്രമൊന്നുമല്ല അളിയാ, എനിക്കും അവളെ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് നിനക്ക് ആരോടെ ഇഷ്ടം ഇല്ലാണ്ടിരുന്നിട്ടുള്ളേ? അതിപ്പോ ആ മിണ്ടാണ്ടിരി വേണ്ട. ഡാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. ഡാ കാര്യമായിട്ടാടാ. പിന്നെ ഇവ ആദ്യമേ കയറി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഞാൻ പറയത്തേ ഉള്ളൂ. നമുക്ക് നീയല്ലടാ വലുത്. മൈരേ സത്യം പറ. അതല്ലടാ, ഞാൻ ആദ്യമേ കയറി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാലും പുറമൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ അവക്കാണെങ്കിൽ 40 മീറ്റർ നീളം ഉണ്ട് നാക്കി. കൂട്ടുകാരാ സത്യം പറ, ഇനി നിനക്കുമല്ലോ. പോടാ മൈരേ, പ്രാന്തല്ലേ? ഞാൻ അവിടെ ഒന്ന് വിളിക്കാം. ഞാൻ കാരണം പ്രേമം പറയാത്ത എല്ലാ നാരികളും പറഞ്ഞോളാം. ഡാ വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാവട്ടാ. ഒരു വിഷയമല്ല, എനിക്ക് പറയണം. നീ വിളിക്കളിയാ. സമയം ഒരുപാടായടാ. അതൊന്നും വിഷയമല്ല, നീ പറഞ്ഞേ പറ്റൂ. ഇതേ ഇനി വെച്ചോണ്ടിരുന്ന ശരിയാവില്ല. അതൊന്നും കുഴപ്പമില്ല. എന്താടാ ചുമ്മാ നമ്പർ ഓക്കെ. എന്നെ കൊണ്ട് പറ്റുമോ? ഹലോ അഞ്ജലി, വിച്ചുവാണ്. എന്താടാ ഈ ടൈമില്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞില്ലേ? എനിക്കല്ല, വേറൊരാക്ക. ഫസ്റ്റ് ഞാൻ പറയാം. പറ. അഞ്ജലി, ബാസി, എടി എനിക്കെന്നെ കോളേജ് പഠിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അയിന് എടി അതല്ല, വേർത്തുണ്ട്. പറയടാ. ആരാ? അഞ്ജലി സച്ചിനാണ്. മുമ്പ് കോളേജിൽ പഠിച്ചെന്നോ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധൈര്യം കിട്ടിയില്ല. ഇപ്പൊ പറയണം തോന്നി. എനിക്ക് അഞ്ജലിനെ ഇഷ്ടമായിരുന്നു. നല്ല വെള്ളാണല്ലേ? അല്ല നല്ല പച്ചാണല്ലേ? കുറച്ച് അത്യാവശ്യം. എടാ കോളേജ് കഴിഞ്ഞ് 7 കൊല്ലായി. കല്യാണം കഴിഞ്ഞ എനിക്കൊരു കൊച്ചായി. എന്നിട്ട് നിനക്കൊക്കെ ഇപ്പോഴാണ് എന്നെ പ്രപ്പോസ് ചെയ്യാൻ സമയം കിട്ടിയത്. സച്ചിനെ, നീ നാളെ നിനക്ക് ബോധം വരുമ്പോ എന്നെ ഒന്ന് വിളിക്കും. എന്റെ കൊച്ചിപ്പ എണീക്കും. ഞാനൊന്ന് ഉറങ്ങട്ടെ. വാളങ്ങനെ തറ വീണ തലയാൻ തല പിടി. എന്റെ മുതുക് തളവി തീരുള്ളൂ. ഒന്നിറങ്ങി വാടാ. വരാലേ? നിനക്ക് ഇന്നേനെ പോണോ? ആടാ പോണം, കുറെ പണിയുണ്ട്. ഇല്ല മൊത്തത്തിൽ പാടും. ഒന്ന് വാടാ. ചാവല്ല, വരാം. അപ്പൊ വരട്ടെടാ. ബാസിയോ? ഞാൻ തലവങ്ങ് വിട്ടോളൂ. വന്നേറാ. വരുന്നടാ. ലയാ, നീ എന്നാടാ? വരാടാ. എന്താടാ? എടാ, ശരിക്കും നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ?